വാർത്തകളിലേക്ക്. ലൈംഗിക ആരോപണത്തിൽ പുതിയ ചാറ്റ് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും വെട്ടിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഗർഭചിത്രത്തിന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറാൻ ഒരുങ്ങുകയാണ് യുവതി. ഇന്നോ നാളെയോ പരാതി നൽകിയേക്കും. രാഹുലിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തി തുടരുന്നതിനിടെ VD സതീശൻ പങ്കെടുക്കുന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് പാലക്കാട്ട് നടക്കും. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഈ പുതിയ ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. എങ്ങനെ പ്രതിരോധിക്കാനായിരിക്കും പാർട്ടി തീരുമാനം? ഇന്ന് പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ? വലിയ സംഘടനാ പ്രതിസന്ധി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ, അതിനു പുറമെ കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതമാണ്, അല്ലെങ്കിൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുരുതര സ്വഭാവത്തിലുള്ള തെളിവുകളാണ്. നേരത്തെ വന്നതിനേക്കാൾ ഉപരിയായി കൃത്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവുകളല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കൃത്യമായി ഈ യുവതിയെ ചിത്രത്തിന് നിർബന്ധിക്കുകയും ഗർഭിണിയാക്കും, അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വേണം തുടങ്ങിയിട്ടുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ചാറ്റുകളുമൊക്കെയാണ് ഇന്നലെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിരോധം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തുന്ന കോൺഗ്രസിനകത്തെ വളരെ ചെറിയ ഒരു ഭൂരിപക്ഷം നേതാക്കൾക്ക്, അല്ലെങ്കിൽ വളരെ ചെറിയ അല്ലെങ്കിൽ കുറച്ച് നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി കഴിയുകയില്ല. ഇന്നിപ്പോൾ എന്തായാലും VD സതീശൻ പങ്കെടുത്തുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം VD സതീശൻ പങ്കെടുക്കുന്ന പരിപാടികൾ VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാടെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനോട് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം ഒരു പക്ഷേ നൽകിയിട്ടുണ്ടാവാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. പാലക്കാട് സാധാരണ രീതിയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എങ്ങനെയാണോ, ഒരു കോൺഗ്രസിൻ്റെ MLA എങ്ങനെയാണോ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്, അതിനേക്കാൾ സജീവമായി പാലക്കാട് പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാണുന്നത്. സസ്പെൻഷനിലാണ് എന്നുള്ള കാര്യം പലപ്പോഴും മറന്നുപോകുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ അക്കാര്യങ്ങൾ മറന്നുകൊണ്ട് രാഹുലിനെ പല പരിപാടികളിലും പങ്കെടുക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് VD സതീശൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന രാഹുൽ എത്തിയിട്ടില്ല എങ്കിൽ അത് സ്വാഭാവികമായും വലിയ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിൽ മുന്നിൽ നടന്നിട്ടുള്ള ആശാസമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന VD സതീശൻ ആ പരിപാടിക്ക് എത്താതിരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ പരിപാടിയുടെ വേദിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയതിനു ശേഷമാണ് VD സതീശൻ ആ പരിപാടിയിലേക്ക് എത്തിയത്. അപ്പോൾ അത്രയും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന VD സതീശൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ സ്ഥലം MLA ആയിട്ടുള്ള പാലക്കാട് തന്നെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നത് രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. ഇന്നെന്തായാലും ഈ പറയുന്ന യുവതി, ഗർഭചിത്രത്തിന് നിർബന്ധിച്ച ആ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് നേതാക്കളും എല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ പരാതികളെയെല്ലാം, അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണങ്ങളെയും വാട്സപ്പ് ചാറ്റുകളെയും എല്ലാം പ്രതിരോധിച്ചത് തങ്ങൾക്ക് മുന്നിൽ ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ പോലും പരാതിയുമായി ആരും വന്നില്ല എന്നുള്ള ഒരു ന്യായീകരണവും കൊണ്ടാണ്. പക്ഷേ എന്തായാലും ഈ പറയുന്ന യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നതോടുകൂടി തന്നെ ആ ന്യായീകരണത്തിന് പിന്നീട് അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ആ ന്യായീകരണം വിലപ്പോവാത്ത സ്ഥിതി വരും. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും. രാഹുലിന് ഉരുക്കുമുറുകും. കടുത്ത നടപടികളിലേക്ക് തന്നെ ഇന്നലെ സംസാരിച്ചിട്ടുള്ള KM മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ആരും തന്നെ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ടേക്ക് വന്നിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം നടക്കുകയാണ്, പോലീസ് അന്വേഷണം നടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അതിനകത്ത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പൂർത്തീകരിച്ചതാണ്. പക്ഷേ പിന്നീടും എന്തുകൊണ്ടാണ് അതിനകത്ത് ഒരു കാര്യവും, അല്ലെങ്കിൽ അത്തരമൊരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാൻ വേണ്ടി കഴിയാത്തത്? സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പരാതി ലഭിക്കട്ടെ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് പരാതി നൽകും, യുവതി പരാതി നൽകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെയായിരിക്കും നടപടികൾ? ഒപ്പം ഇന്ന് പാലക്കാട് നടക്കുന്ന കൺവെൻഷനിലേക്ക് രാഹുൽ എത്തുമോ എന്നതും ഒരു ആകാംക്ഷയാണ്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.